എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. ഹോം എക്സ്പ്രസ് എന്നാണ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അവിടെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഓഫർ ഡേ ആണ്. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പം നൈറ്റ് ഇപ്പോൾ ഒരു 9:30 ടൈം ആയിട്ടുണ്ട്. കാരണം എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ വിഷുവിൻ്റെ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. കണിക്കൊന്ന അതുപോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. കണി വയ്ക്കുന്ന കൃഷ്ണൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് പർച്ചേസിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വീട്ടിലുള്ളവർ വന്നിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴും അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇപ്പോൾ പരിപ്പ് അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ, പിള്ളേർക്ക് ആവശ്യമായ ബിസ്ക്കറ്റ്, അങ്ങനെ എല്ലാ ബണ്ണുകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇനി കുറച്ച് സാധനം കൂടി മേടിക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം പുറത്ത് നല്ല മഴയാണ് ഇപ്പോൾ. 1 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലി പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് വരുന്നത് 125 രൂപ. ഈ ബെന്നിന് വരുന്നത് ക്രീം ബെന്നാണ്, 25 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സോപ്പ് പൊടി, സോപ്പ്, പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനുള്ളത്. അപ്പോൾ സോപ്പ് പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ മിക്കപ്പോഴും മേടിക്കാറുള്ളത് ഉജാലയുടെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ പാക്കറ്റായിട്ട് മേടിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് ലിക്വിഡായിട്ട് മേടിക്കാനുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലിക്വിഡ് അപ്പോൾ റേറ്റൊക്കെ നോക്കണേ. സൺലൈറ്റിൻ്റെ ലിക്വിഡ് നോക്കി, പിന്നെ റിൻസിൻ്റെ ലിക്വിഡൊക്കെ നോക്കി, അങ്ങനെ കുറേ ലിക്വിഡുകളൊക്കെ നോക്കി. അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. ലിക്വിഡുകൾക്കാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ സോപ്പിനാണെങ്കിലും പേസ്റ്റിനാണെങ്കിലും എല്ലാത്തിനും ഓഫറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വാഷിംഗ് ലിക്വിഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാത്തതുകൊണ്ട് ഞാൻ സോപ്പും അതുപോലെ തന്നെ പേസ്റ്റ് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ സെക്ഷനിലേക്ക് പോന്നു. അപ്പോൾ ഞാൻ 20 രൂപയുടെ ഒരു കോൾഗേറ്റിൻ്റെ ജെൽ ടൈപ്പ് പേസ്റ്റാണ് കൂടുതലും മേടിക്കാറ്. കാരണം ചെറിയ പാക്കറ്റ് മതി. ഞങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 3 എണ്ണമൊക്കെ മേടിക്കാറുണ്ട്. അപ്പോഴേക്കും പിള്ളേരൊക്കെ വന്ന് വിളിച്ചു തുടങ്ങി. കാരണം അവിടെ അപ്പർ സെക്ഷനിൽ ടോയ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നെ പിള്ളേർക്ക് പറ്റിയ കളിക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്ക് പോലെ സെറ്റപ്പ് മുകളിലുണ്ട്, ഇതിൻ്റെ 2nd ഫ്ലോറിൽ. അവിടെ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് പോകണമെങ്കിൽ. അപ്പോൾ വഫ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഫ്ലവറിൻ്റെ സംഭവം. അപ്പോൾ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്ത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല രസമുണ്ട് അവിടുത്തെ ഫ്ലവറൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട്. വിഷുവിൻ്റെ കണക്കൊന്നൊക്കെ വന്നേക്കുന്നുണ്ട്. ഓവർ റേറ്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, നമുക്ക് ഒരു 30 രൂപ റേഞ്ചിലൊക്കെയാണ് ആ ലീഫ് വരുന്നത്. ഇപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ഇത് പച്ചക്കറി ഫ്രൂട്ട്സ് സെക്ഷനാണിത് അടുത്തത്. അപ്പോൾ അവിടെ ഞങ്ങൾ സബോള എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സബോളയ്ക്ക് ഇപ്പോൾ കിലോ റേറ്റ് വന്നത് 15 രൂപയാണ്. പിന്നെ തക്കാളിക്ക് 10 രൂപയാണ് കിലോ റേറ്റ് വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് തക്കാളിയും സബോളയും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയും മേടിക്കാനുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട് സെക്ഷൻ വരുന്നത്. ഇപ്പോൾ മുന്തിരി അതൊക്കെ തീർന്നിട്ടുണ്ട്. കാരണം ഓഫർ ഉണ്ടായിരുന്നു. ഒരു കിലോ 80 രൂപയ്ക്ക് ആയിരുന്നു ബ്ലാക്ക് മുന്തിരി സീഡ്ലെസ് വന്നിരുന്നത്. അത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പോയി. ഇത് വെജിറ്റബിളിൻ്റെ സെക്ഷനാണ്. നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ്. ഇവർ വെജിറ്റബിൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഒരു 9-9:45 ആ ടൈം ആകുമ്പോഴേക്കും ഇവർ പോകാത്ത വെജിറ്റബിൾസ് ഓഫറിലിടും. അപ്പോൾ അന്ന് തന്നെ ഫുൾ ക്ലിയറായി പോകും. അപ്പോൾ പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ അവർ കൊണ്ടുവന്നിറക്കും. അപ്പോൾ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസാണ് ഇവിടെ കിട്ടുന്നത്. ഇത് ഓയിലിൻ്റെ സെക്ഷനാണ്. ഇതിപ്പോൾ നെയ്യ്, ഓയിലൊക്കെ സെക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇത് ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് വരുന്ന സെക്ഷൻ, പിന്നെ ടിന്ന്, അങ്ങനെ എല്ലാം കൂടി അടങ്ങിയൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ വാഷിംഗ് ലിക്വിഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കാരണം റിൻസിൻ്റെ 5 ലിറ്ററിൻ്റെ പാക്ക് നല്ലൊരു ഓഫറായിട്ട് കിട്ടിയിട്ടുണ്ട്. 3 ലിറ്ററിന് 2 ലിറ്റർ ഫ്രീ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ MRP വരുന്നത് 429 രൂപ അങ്ങനെ എന്താണ്, 300 സംതിങ്ങിൻ്റെ എന്തോ ഓഫറുണ്ട്. അപ്പോൾ അത് മേടിക്കാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ 469 രൂപയുടെ റിൻസിൻ്റെ 5 ലിറ്ററിൻ്റെ വാഷിംഗ് ലിക്വിഡ് വരുന്നത് 349 രൂപ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തോ 330 രൂപയ്ക്ക് ബില്ല് ചെയ്ത് തരാമെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നൊരു ഐറ്റം ഉണ്ട്, ഈ WD-40. മിക്കപ്പോഴും മേടിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ അത് മറന്നു പോകും. ഇത് നമ്മൾ തുരുമ്പ് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ്. അത്യാവശ്യം യൂസ്ഫുള്ളാണ് ഇത് കേട്ടോ ഐറ്റം.
ഇനി അടുത്തത് ഒരു ബാത്റൂം ഫ്രഷ്നർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഹോമിൻ്റെ വാട്ടർമെലൺ ഫ്ലേവറാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നടക്കുന്നത്. പക്ഷെ അത് ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ഒഡോണിലിൻ്റെ ഗുഡ് ഹോമിൻ്റെ വേറൊരു ഫ്ലേവേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് മേടിച്ചില്ല. മറ്റേ ഐറ്റം നല്ല സ്മെല്ലായതുകൊണ്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഒരുവിധം പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം പിള്ളേരായിട്ട് മുകളിലെ ഫ്ലോറിൽ ഒരു കളിക്കുന്നൊരു സ്ഥലമുണ്ട്, ഒരു പാർക്ക് പോലെ സെറ്റപ്പ്. അങ്ങനെ അവിടെ എത്തി. അവിടെ അപ്പോൾ അത്യാവശ്യം പുല്ലൊക്കെ വിരിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടാണ് ഈ പാർക്കിൻ്റെ അകത്ത് കയറേണ്ടത്. കാരണം നീറ്റാണ് ഇവിടെ, അത്യാവശ്യം നല്ല സൂപ്പർ കാണാനും ലുക്കാണ്. പർച്ചേസിന് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഒരു 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. മിക്കപ്പോഴും ഫുൾ ആളായിരിക്കും. ഇപ്പോൾ വൈകുന്നേരം നൈറ്റ് ഇപ്പോൾ ഒരു 9-10 മണി ആവാറായി. ആ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾ കുറവ്. അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു മിനി പാർക്കാണ്. അങ്ങനെ സെയിനും വഫയും ഒക്കെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഇവിടുത്തെ ഗ്രാസ് നല്ല സോഫ്റ്റ് ഗ്രാസാണ്, ആർട്ടിഫിഷ്യൽ ഗ്രാസാണിത്. അപ്പോൾ ഞാനതൊന്ന് തൊട്ടൊക്കെ നോക്കി, കാരണം നല്ല ക്ലീനാണിത് ഇവിടെ. അങ്ങനെ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ സെയിന് ഭയങ്കര പേടിയായി. കാരണം വഫ ചാടുമ്പോൾ അവനും കൂട്ടത്തിൽ ചാടുകയാണ്. അപ്പോൾ അവനത് ഒഴിവാക്കി അടുത്ത ഗെയിമിലേക്ക് കയറി. അപ്പോൾ അടുത്ത ഗെയിമിലേക്ക് വഫ സ്മൂത്തായിട്ട് കയറുന്നുണ്ട്. സെയിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവനും ഈ പറഞ്ഞോണം തന്നെ അവൾ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ ഇത് പെയ്ഡല്ല. നമ്മൾ ലുലുലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇത് പെയ്ഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കുട്ടികൾക്കാണെങ്കിലും എൻജോയ്മെൻ്റ് ആണിത്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു പ്ലേ സെറ്റപ്പൊക്കെ ഒരു മാളിൻ്റെ രീതിയിൽ ഉണ്ടാകുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് എൻജോയ്മെൻറ്റും ആവുകയും ചെയ്യും. ഞങ്ങളുടെ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റ് വന്നേക്കുന്നത് ഡിസംബറിലാണ് വന്നത്. ഇപ്പോൾ ഒരു 3-4 മാസത്തോളമായി. അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു കാലത്ത് ഒരു 9 മണിക്ക് തുടങ്ങിയിട്ട് നൈറ്റ് ഒരു 10 മണി വരെയാണ് ഈ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്കൊക്കെ എന്താ പറയുക, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പർച്ചേസിനൊക്കെ വരാൻ പറ്റുന്നുണ്ട്. അതിന് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒട്ടുമിക്ക കടകളും അടയ്ക്കാറായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ടും നമുക്കും ഒരു റിലാക്സാണ്. ഈ പാർക്കിൽ തന്നെ അവർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം റൈഡുകൾ ഉപയോഗിക്കുക, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ. കാരണം അത്രയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു എല്ലാ ഐറ്റംസും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതുപോലെ തന്നെ ഒരു ഓഫർ ഡേ വന്നപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിരുന്നു. അത് കാരണം ഇപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്കിപ്പോൾ അരി അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 15 കിലോളം അരി മേടിച്ചു. പിന്നെ പരിപ്പ്, കടല, പയർ, ബിസ്ക്കറ്റ്, തക്കാളി, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ മേടിച്ചിരിക്കുന്നത്. പിന്നെ സോപ്പ് അതുപോലുള്ള പേസ്റ്റൊക്കെ ഐറ്റംസൊക്കെ ഞാൻ കഴിഞ്ഞ ഡേ വന്ന് മേടിച്ചു. അങ്ങനെ ബില്ല് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊരു ഓഫർ ഉണ്ടായി, 299 രൂപയ്ക്ക് എന്തോ ഒരു കൂപ്പൺ അങ്ങനെ എന്തോ. അങ്ങനെ ടോട്ടൽ ബില്ല് 2298 രൂപ ആയിട്ടുണ്ട്. ഞാനത് GPay ചെയ്ത് കൊടുത്തു. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് അവർ ഓട്ടോമാറ്റിക്കലി ഒരു കൂപ്പൺ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കൂപ്പൺ നമ്മൾ ഇവർ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നൊരു ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ടുവന്ന് ഇടണം. ഒരു വാഷിംഗ് മെഷീൻ, 3 പ്രൈസാണുള്ളത്. വാഷിംഗ് മെഷീൻ, അതുപോലെ മിക്സി, പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. അങ്ങനെ 3 പ്രൈസാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് വരികയാണ്. പുറത്താണെങ്കിലോ നല്ല അടിപൊളി മഴയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ ഇങ്ങനൊരു മഴ കിട്ടുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം അത്രയും ചൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു മഴ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇതിൻ്റെ ഒരു അത്യാവശ്യം അകത്തേക്ക് വരെ കയറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് സാധനങ്ങൾ തട്ടിക്കയറ്റലാണ് പരിപാടി. അങ്ങനെ വണ്ടിയുടെ ഡിക്കിയുടെ ഉള്ളിലേക്ക് എല്ലാ സാധനങ്ങളും കയറ്റി. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പർച്ചേസിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി റിൻഷ്യൽ വ്ളോഗ്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ബൈ.